സ്റ്റാലിൻ സാർ നമസ്കാരം. ഡൽഹിയിൽ അങ്ങ് പപ്പടമായിരിക്കുകയാണ് ആം ആദ്മി പാർട്ടി. ആം ആദ്മി പാർട്ടി എന്ത് തന്നെ വന്നാലും BJP അടുത്തൊന്നും അധികാരത്തിൽ കയറില്ല എന്നായിരുന്നു നരേന്ദ്രമോദിയെ വെല്ലുവിളിച്ചുകൊണ്ട് പല പ്രാവശ്യം അരവിന്ദ് കെജ്രിവാൾ വെല്ലുവിളിച്ചത്. 2025 പോട്ടെ, 2050 നിങ്ങൾ അധികാരത്തിൽ കയറുമോ എന്ന് നിങ്ങൾ നോക്കിയിരുന്നോളൂ, അതും ഒരു സ്വപ്നമായിരിക്കുമെന്നായിരുന്നു കെജ്രിവാൾ പലപ്പോഴും പ്രസംഗിച്ചത്. അതിനിടയിൽ പല ആരോപണങ്ങൾ വരുന്നുണ്ട്. അതായത് കോൺഗ്രസ് എന്ന് പറയുന്ന പ്രസ്ഥാനം സഹകരിക്കാത്തത് കൊണ്ടാണ് അവിടെ BJP ജയിച്ചതെന്ന് പറയുന്നുണ്ട്. പക്ഷേ കോൺഗ്രസ് 10 സീറ്റെങ്കിലും ആവശ്യപ്പെട്ടിട്ടും ഒരു സീറ്റ് പോലും തരില്ല എന്ന് പറഞ്ഞ് ഈ പറയുന്ന ആം ആദ്മി പാർട്ടി ആട്ടിവിട്ടതാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ ഒറ്റയ്ക്ക് നിന്ന് കോൺഗ്രസ് പറയുന്നു. കേരളത്തിലെ CPM ആണെങ്കിൽ എല്ലാത്തിനും കാരണം കോൺഗ്രസ് ആണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടത്തെ വോട്ട് പിടിക്കാൻ ശ്രമിക്കുന്നു. എന്തൊക്കെയായാലും ഡൽഹിയിൽ ഇനി എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത്? ഡൽഹിയിൽ വലിയ പാഠമല്ലേ ആം ആദ്മിക്കും കോൺഗ്രസിനും ഇന്ത്യ മുന്നണിക്കും ഒക്കെ ഉണ്ടായത്? ഇന്ത്യ മുന്നണിയൊക്കെ ഇനി ഒരു പ്രസക്തമാണോ? അതായത് നമ്മൾ പുറത്ത് കാണുന്ന പോലെയോ അല്ലെങ്കിൽ മീഡിയയിൽ വരുന്ന പോലെയോ അല്ല ഡൽഹിയിലെ ഇലക്ഷനും അതിന്റെ കാര്യങ്ങളും നടന്നത്. കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ട് പാർലമെന്റിലോട്ടുള്ള ഇലക്ഷനിൽ കോൺഗ്രസും ആം ആദ്മിയും സെപ്പറേറ്റ് മത്സരിച്ചു, ഒരുമിച്ച് മത്സരിച്ചു, പല രീതിയിൽ മത്സരിച്ചിട്ടും BJPയെ പാർലമെന്റിലോട്ട് കഴിഞ്ഞ 3 ഇലക്ഷനിൽ തോൽപ്പിക്കാൻ പറ്റിയിട്ടില്ല. അസംബ്ലി ഇലക്ഷനിൽ എന്താണ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ ഇവരൊരു സ്ട്രാറ്റജി ഉണ്ടാക്കിയായിരുന്നു. ആ സ്ട്രാറ്റജി എന്താണെന്ന് ചോദിച്ചാൽ കോൺഗ്രസും ആം ആദ്മിയും സെപ്പറേറ്റ് മത്സരിച്ചിട്ട് കോൺഗ്രസിന്റെ വോട്ട് കംപ്ലീറ്റ് ആം ആദ്മിക്ക് പൂൾ ചെയ്തു കൊടുക്കും. അതായത് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥികൾ അവസാനത്തെ ആഴ്ചയാകുമ്പോൾ പ്രചരണം നിർത്തും. പ്രിയങ്ക ഗാന്ധിയുടെ സംസാരത്തിൽ നിന്നല്ലേ അത് പുറത്തു വന്നിട്ടുണ്ട്. അതായത് ഞങ്ങൾ സ്ഥാനാർത്ഥിയെ നിർത്തിയതേ ഉള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ പ്രചരണം നടത്തിയിട്ടില്ല, ആപ്പിനെതിരെ പ്രചരണം നടത്തിയിട്ടില്ല, ഞങ്ങൾ ചുമ്മാ ഒരു പേരിന് കൈപ്പത്തി അവിടെ കിടന്നോട്ടെ എന്ന് വെച്ച് ചുമ്മാ അടിച്ച് സ്ഥാനാർത്ഥിയെ നിർത്തിയുള്ളൂ. ഈ ടെക്നോളജി കണ്ടുപിടിച്ചത് 2015 അവിടുത്തെ പ്രചരണത്തിന്റെ ചുമതല ഉണ്ടായിരുന്ന അന്ന് കേരള മുഖ്യമന്ത്രിയായിരുന്നു ഉമ്മൻചാണ്ടിയാണ്. 2015 ഇലക്ഷനിൽ 70 സീറ്റിലും കോൺഗ്രസിന്റെ വോട്ട് കൃത്യമായിട്ട് ആം ആദ്മിക്ക് കൊടുത്തു. 70 കോൺഗ്രസിന് ഡെപ്പോസിറ്റ് നഷ്ടപ്പെട്ടു. കോൺഗ്രസ് 3-ാം സ്ഥാനത്തായി 70 സീറ്റിലും. 2013 വരെ കോൺഗ്രസിന്റെ ഗവൺമെന്റ് ഉണ്ടായിരുന്ന സ്ഥലമെന്ന് വിചാരിക്കണം. അപ്പൊ ഇത് കോൺഗ്രസ് നേതൃത്വം അറിഞ്ഞുകൊണ്ട് ചെയ്ത ഒരു ആം ആദ്മി കോൺഗ്രസിനെ സഹായിക്കുമ്പോൾ അതിന് പകരമായിട്ട് ഡൽഹി ആം ആദ്മിക്ക് ഒരു കൺസലേഷൻ പ്രൈസ് ആയിട്ട് കൊടുക്കുന്ന ഒരു തിയറി ആയിരുന്നു അത്. BJPയെ തോൽപ്പിക്കാൻ ആം ആദ്മിയാണ് ബെറ്റർ, കോൺഗ്രസ് അല്ല ഡൽഹിയിൽ എന്നുള്ള ഒരു കൺവിക്ഷൻ അവർക്കുണ്ടായിരുന്നു. പക്ഷെങ്കില് ഈ 2024 പാർലമെന്റ് ഇലക്ഷനിൽ BJPക്ക് തിരിച്ചടി ഏറ്റിട്ടും ഡൽഹിയിൽ തിരിച്ചടി ഏറ്റില്ല. അപ്പൊ അവർക്ക് ഒരു കാര്യം മനസ്സിലായി, ഒന്നിച്ചു നിന്ന് ഇന്ത്യ അലയൻസ് ഒന്നിച്ചു നിന്നാലും ഡൽഹിയിൽ BJPയെ തോൽപ്പിക്കാൻ പറ്റില്ല. കാരണം ആം ആദ്മിയുടെ വോട്ടും കോൺഗ്രസിന്റെ വോട്ടും മറ്റ് ഘടകകക്ഷികളുടെ വോട്ടും ഫുള്ളായിട്ട് സിങ്ക് ആവില്ല. BJP ഒരു ഡയറക്റ്റ് ഫൈറ്റിൽ ജയിക്കും. അപ്പൊ അവരൊരു അടുത്ത അടവിറക്കി 2ഉം 3ഉം കഷ്ണമായിട്ട് അങ്ങ് മത്സരിക്കുക. എല്ലാ സീറ്റിലും കോൺഗ്രസിന്റെ ഒരു സ്ഥാനാർത്ഥി, ആം ആദ്മിയുടെ ഒരു സ്ഥാനാർത്ഥി, മറ്റ് ഇന്ത്യ അലയൻസിലെ മറ്റു പാർട്ടികളുടെ ഒരു സ്ഥാനാർത്ഥി നിന്നിട്ട് അവസാനത്തെ ആഴ്ചയാകുമ്പോൾ പ്രവർത്തകർ തന്നെ ഐഡന്റിഫൈ ചെയ്യുന്നു ഹൂ ഈസ് ദ ബെസ്റ്റ് ഫിറ്റ് ടു ഡിഫീറ്റ് BJP എന്ന് വെച്ചാൽ BJPയെ തോൽപ്പിക്കാൻ കപ്പാസിറ്റി ഉള്ള കാൻഡിഡേറ്റ് ആരാണെന്ന് പ്രവർത്തകർ തന്നെ മനസ്സിലാക്കി വോട്ട് അവനിലേക്ക് പൂൾ ചെയ്തു. അപ്പൊ അവൻ ജയിക്കുന്നു, അങ്ങനെ BJPയെ തോൽപ്പിക്കുന്നു. ഇതായിരുന്നു ഇവരുടെ ഇപ്രാവശ്യത്തെ തിയറിയും പ്ലാനും എല്ലാം അങ്ങനെയായിരുന്നു. അപ്പൊ രാവിലെ തുടങ്ങി വൈകുന്നേരം വരെ കെജ്രിവാളും പപ്പുവും ചേർന്ന് അടി കൂടുകയാണ്, ഭയങ്കര അടി. കെജ്രിവാൾ 10 തെറിയ പപ്പുവിനെ പറയുന്നു, പപ്പു 20 എണ്ണം ഇങ്ങോട്ട് പറയുന്നു, കേജു 40 പറയുന്നു. ഇങ്ങനെ ഭയങ്കര അലമ്പായിരുന്നു. യഥാർത്ഥത്തിൽ ഇതൊരു ഷാഡോ ബോക്സിംഗ് ആയിരുന്നു, ഇതൊരു മാച്ച് ഫിക്സിംഗ് പരിപാടിയായിരുന്നു. കോൺഗ്രസും ആം ആദ്മിയും കൂടെ നടത്തിയ, കോൺഗ്രസിന്റെ തന്നെ B ടീമാണ് ആം ആദ്മി, അവർ നടത്തിയ ഒരു മാച്ച് ഫിക്സിംഗ് പരിപാടിയായിരുന്നു. പക്ഷേ മാച്ച് ഫിക്സിംഗ് നിങ്ങൾ വോട്ട് നോക്കിയേ, കോൺഗ്രസിന് അവിടെ കണ്ണു വരച്ച് 10-15% വോട്ടുണ്ട്. കോൺഗ്രസിന് കിട്ടിയത് എത്രയാ? 5. അപ്പൊ ബാക്കി 10% അവിടെ പോയി. ബാക്കി 10% ആം ആദ്മിയുടെ പെട്ടിയിൽ തന്നെ പോയി. ഈ ആം ആദ്മിക്ക് കിട്ടിയ 43% എന്ന് പറയുന്നത് ഒരു ചെറിയ നമ്പർ അല്ല. BJPക്ക് 47 അല്ല 48% വോട്ടേ ഉള്ളവിടെ. അപ്പം ഈ BJPക്ക് എതിരെ ആം ആദ്മിക്ക് കിട്ടാവുന്നിടത്തോളം വോട്ട് ഘടകകക്ഷികളും കോൺഗ്രസും പൂൾ ചെയ്ത് കൊടുത്തു കഴിഞ്ഞു. ആം ആദ്മിക്ക് അവിടെ ഹാർഡ്ലി 35% വോട്ടേ ഉള്ളൂ. ഒരു 8% വോട്ട് അഡീഷണൽ ആയിട്ട് അവരുടെ പെട്ടി വന്നിട്ടുണ്ട്. ആ വോട്ട് എന്ന് പറയുന്നത് കോൺഗ്രസുകാരുടെയും ഇന്ത്യ അലയൻസുകാരുടെയും വോട്ട് തന്നെയാണ്. BJPയുടെ വോട്ട് BJPയുടെ പെട്ടിയിലുണ്ട്, എങ്ങോട്ടും പോയിട്ടില്ല. അപ്പൊ ഇതിൻ്റെ അകത്ത് ഡൽഹിയിൽ സംഭവിച്ചിരിക്കുന്നത് ഒരു പൊറാട്ട് നാടകം പൊളിഞ്ഞു. കെജ്രിവാളും പപ്പുവും ഇന്ത്യ അലയൻസും കൂടെ കാണിച്ച് ഒരു പൊറാട്ട് നാടകം. അതായത് ഞങ്ങൾ ഡിഫറന്റ് ആയിട്ട് മത്സരിച്ച് ഇലക്ഷന്റെ അവസാനത്തെ ആഴ്ചയിൽ ഒന്നിച്ച് വോട്ട് ഒരു പെട്ടിയിലാക്കി BJPയെ തോൽപ്പിക്കാൻ വേണ്ടി നടത്തിയ ആ നാടകം ഉദ്ദേശിച്ച പോലെ ഫലിച്ചില്ല. BJP അത് മുമ്പിൽ കണ്ട്
45% വോട്ടിൽ ജയിക്കത്തില്ല, 48 അടുത്ത് വോട്ട് കിട്ടിയാലേ ജയിക്കത്തുള്ളൂ എന്ന് മനസ്സിലാക്കിയ ബി ജെ പി കൃത്യമായിട്ട് അവരുടെ വോട്ട് സമാഹരിച്ചു, NDAയുടെ വോട്ട് സമാഹരിച്ചു, NDAയുടെ ഘടകകക്ഷികളെയും കൂടെ കൂട്ടി. അങ്ങനെ ബി ജെ പി കൃത്യമായിട്ട് വലിയൊരു പൊളിറ്റിക്കൽ ഫോർമേഷൻ ഉണ്ടാക്കി. അതിലാണ് ഈ നാടകം, അതായത് ഇന്ത്യ അലയൻസിന്റെ നാടകം തകർന്നു പോയത്. കേജു ഒക്കെ അവസാന നിമിഷം വരെ കേരളത്തിലെ ഏകദേശം 500ഓളം മാധ്യമ പ്രവർത്തകരെ കൗണ്ടിങ്ങിന്റെ തലേ ദിവസം ഡൽഹിയിൽ പോയി അടിച്ച് മിഞ്ചി എല്ലാം ബി ജെ പിയെ കളിയാക്കാനുള്ള എല്ലാ ഫോർമുലയും റെഡിയാക്കി എണ്ണി അങ്ങ് കഴിയുമ്പോഴത്തേനും നരേന്ദ്രമോദിയുടെ മുണ്ട് പറിക്കാനും ബി ജെ പി അധിക്ഷേപിക്കാനുമുള്ള മെറ്റീരിയൽ ഒക്കെ തയ്യാറാക്കിയിരിക്കുകയായിരുന്നു. കേരളത്തിലെ മനോരമ, മാതൃഭൂമി, ഏഷ്യാനെറ്റ്, 24, റിപ്പോർട്ടൻ, അങ്ങനെ സുഡാപ്പി 1 അങ്ങനെയുള്ള ചാനലുകളെല്ലാം റെഡി ആയിട്ടിരിക്കുകയായിരുന്നു. ഒരു സർജിക്കൽ സ്ട്രൈക്ക്, ബി ജെ പിയുടെ മേലെ ഒരു സർജിക്കൽ സ്ട്രൈക്ക് നടത്താൻ റെഡി ആയിട്ടിരിക്കുകയായിരുന്നു. പക്ഷേ എണ്ണി കഴിഞ്ഞപ്പോൾ എല്ലാം തീർന്നു. എണ്ണി കഴിഞ്ഞപ്പം ബി ജെ പി മുന്നേറി കഴിഞ്ഞപ്പം ആം ആദ്മി എന്ത് കാണിച്ചു? ഞങ്ങളാ ജയിച്ചതെന്നും പറഞ്ഞ് ഗ്രൗണ്ടിൽ നിന്ന് റിപ്പോർട്ട് ഉണ്ടെന്നും പറഞ്ഞ് ഡൽഹിയിൽ വിജയാഹ്ലാദ പ്രകടനം തുടങ്ങി. 11 മണിയായപ്പം ബി ജെ പി 48-22 ലീഡ് ചെയ്യുമ്പം ആം ആദ്മി ജയിച്ചെന്നും പറഞ്ഞ് ഡൽഹിയിൽ ആം ആദ്മിക്കാർ പ്രകടനം നടത്തി, വ്യാജ പ്രകടനം നടത്തി. ആ വ്യാജ പ്രകടനമാണ് കേരളത്തിലെ വിഷ്വൽ മീഡിയ മുഴുവൻ റിപ്പോർട്ട് ചെയ്തത്. ഇലക്ഷൻ കമ്മീഷൻ പറയുന്ന പോലെയൊന്നും അല്ല. എണ്ണുന്നിടത്ത് ആം ആദ്മിയാണ് ലീഡ് ചെയ്യുന്നത്. ഇലക്ഷൻ കമ്മീഷന്റെ സൈറ്റിൽ അപ്ഡേറ്റ് ചെയ്യാൻ താമസമാണ്. അവിടുത്തെ എഞ്ചിനീയർ ഉറങ്ങിപ്പോയതാണ്. അതുകൊണ്ട് പിന്നെ അത് അപ്ഡേറ്റ് ആയിക്കോളൂ എന്നൊക്കെയാണ് കേരളത്തിലെ മീഡിയ പറഞ്ഞുകൊണ്ടിരുന്നത്. അങ്ങനെയൊന്നും അല്ലായിരുന്നു. ഇവര് ജനവിധി അംഗീകരിക്കാൻ തയ്യാറായില്ലായിരുന്നു. എപ്പോഴാണ് ജനവിധി അംഗീകരിച്ചത്? 1 മണിയായി കഴിഞ്ഞപ്പം നരേന്ദ്രമോദിജിയുടെ ഓഫീസിൽ നിന്ന് വന്നു, 7:30 മോഡിജി വിക്ടറി സ്പീച്ച് നടത്താൻ പോകുകയെന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ ബി ജെ പി വിജയിച്ചു, ഇനിയും കേജ്രിവാളിന് ഡ്രാമ കാണിച്ചാൽ നാട്ടുകാരടിക്കും എന്ന അവസ്ഥ വന്നു. അപ്പൊ കേജ്രിവാൾ വന്ന് കൈയൊക്കെ കൂപ്പി ഞങ്ങള് പരാജയം അംഗീകരിക്കുന്നു, രാജിവെക്കുന്നു എന്നൊക്കെ പറഞ്ഞ് മാനമര്യാദയായിട്ട് വീട്ടിൽ കയറി. അപ്പൊ ഈ ഇലക്ഷൻ കമ്മീഷനെ നാണം കെടുത്താനും രാജ്യത്തെ നാണം കെടുത്താനും ഇലക്ഷനെ നാണം കെടുത്താനുമുള്ള എല്ലാ ഗൂഢാലോചനയും പൊളിഞ്ഞു. ഇതിനെല്ലാത്തിനും കോൺഗ്രസിന്റെയും കമ്മ്യൂണിസ്റ്റിന്റെയും ഇന്ത്യ അലയൻസിലെ എല്ലാ പാർട്ട്നേഴ്സിന്റെയും, ജിഹാദി, ഖാലിസ്ഥാനി, LTT തുടങ്ങിയ എല്ലാ തീവ്രവാദികളുടെയും പിന്തുണയുണ്ടായിരുന്നു. ഒന്നും നടന്നില്ല, കലാപം ഉണ്ടാക്കാനും പറ്റിയില്ല. അതോടുകൂടി ആപ്പിന്റെ ക്രെഡിബിലിറ്റി പോയെങ്കിലും 43% വോട്ട് അവിടെ കിടപ്പുണ്ട്. അതുകൊണ്ട് ബി ജെ പിക്ക് കൃത്യമായിട്ട് ഇനി വരും ദിവസങ്ങളിൽ ഈ 43 എന്ന് പറയുന്ന വോട്ട് ശതമാനത്തിന് ഇതിൽ നിന്ന് ഒരു 10% എങ്കിലും ബി ജെ പിയിലേക്ക് കൊണ്ടുവരേണ്ട ചുമതലയുണ്ട്. കോൺഗ്രസിന്റെ 6 എന്ന് പറയുന്നത് അതവിടെ കിടന്നോട്ടെ, അതിനകത്ത് പ്രത്യേകിച്ചൊന്നും വരാനില്ല, അത് കട്ട കൊങ്കികളാണ്, അവരവിടെ തന്നെ കിടന്നോട്ടെ. പക്ഷെ ആപ്പിന്റെ 43 ഡേഞ്ചറസ് ആണ്. അതിൽ നിന്നും ജനങ്ങളെ സോഷ്യൽ എഞ്ചിനീയറിംഗ് വഴിയും ഗവൺമെന്റിന്റെ പ്രവർത്തനം വഴിയും ബി ജെ പിയിലേക്ക് കൊണ്ടുവരേണ്ടതുണ്ട്. പർട്ടിക്കുലർലി സിഖ്, ജൈനൻ, ബുദ്ധൻ, ക്രിസ്ത്യൻ, പാർസി തുടങ്ങിയ ന്യൂനപക്ഷ വിഭാഗങ്ങളെ, ജിഹാദി ഇതര ന്യൂനപക്ഷ വിഭാഗങ്ങളെ ബി ജെ പിയിലേക്ക് അടുപ്പിക്കേണ്ട ആവശ്യമാണ് ഈ 43% പോയിന്റ് ഔട്ട് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് അതിലേക്കുള്ള നടപടികൾ പാർട്ടി ആരംഭിക്കും, ഗവൺമെന്റ് ഫോം ചെയ്ത് കഴിഞ്ഞാൽ ആരംഭിക്കുമെന്ന് കരുതുന്നു. കാരണം 43 ഈസ് എക്സ്ട്രീംലി ഡേഞ്ചറസ്. ഇതിലെ ഒരു കാര്യം കൂടെ ഉണ്ട് സർ, അതായത് നരേന്ദ്രമോദി ഒരു കാര്യം കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇനിയാണ് ഡൽഹി വികസനം കാണാൻ പോകുന്നത്, പറഞ്ഞ വാക്കുകളെല്ലാം തന്നെ ഞങ്ങൾ പാലിക്കും. ഈ പറയുന്ന പോലെ ചേരിയിൽ ജീവിക്കുന്ന, സ്ലംസിൽ ജീവിക്കുന്ന ആളുകൾക്ക് വീടുകൾ ഉണ്ടാക്കി കൊടുക്കുന്നതിനുള്ള കാര്യങ്ങൾ ചെയ്യും തുടങ്ങി വളരെ തന്ത്രപരമായിട്ടുള്ള സോഷ്യൽ എഞ്ചിനീയറിങ് അത് നടപ്പിൽ വരുന്നുള്ള കാര്യങ്ങളൊക്കെ ഈ പ്രചാരണത്തിൽ തന്നെ പറഞ്ഞിരുന്നു. അതിനുശേഷം ഈ ഇലക്ഷന്റെ വിജയവുമായി ബന്ധപ്പെട്ട് പ്രവർത്തകരെ അഭിസംബോധന ചെയ്യുന്ന സമയത്തും നരേന്ദ്രമോദി പറഞ്ഞ കാര്യങ്ങളാണ്. വികസനം വളരെ കൃത്യമായി നടത്തും. ഇപ്പോൾ ചില കാര്യങ്ങളൊക്കെ പുറത്തു വരുന്നുണ്ട്. അവിടെ ചിലപ്പോൾ ഒരുപക്ഷെ ഒരു വനിതാ മുഖ്യമന്ത്രിയൊക്കെ വരാനുള്ള സാധ്യതയുണ്ട് എന്ന തരത്തിലൊക്കെ ചില ചർച്ചകളൊക്കെ നടക്കുന്നതായി അറിയാൻ കഴിഞ്ഞു. എന്തായാലും ആര് മുഖ്യമന്ത്രി ആയാലും വളരെ കൃത്യമായ പ്ലാനിങ്ങോടുകൂടി ഡൽഹിയിൽ മുന്നോട്ട് പോവണം എന്നതുകൂടിയാണ് ഈ 43% കാണിച്ചു തരുന്നതല്ലേ ആം ആദ്മിയുടെ? തീർച്ചയായിട്ടും. അതായത് യമുന ക്ലീൻ ചെയ്യുമെന്ന് പറഞ്ഞപ്പോൾ യമുനയുടെ തീരവും ക്ലീൻ ചെയ്യും. അവിടെ ഏകദേശം 4 ലക്ഷത്തോളം ബംഗ്ലാദേശി, ജിഹാദി, റോഹിംഗ്യ അനധികൃത സെറ്റിൽമെന്റുകളുണ്ട്. അവരെ എല്ലാം പൊക്കിയെടുത്ത് ബംഗ്ലാദേശിലിടും. അപ്പൊ അതുകൊണ്ട് അതിന് അപ്പൊ ആ ഒരു CAA NRC നടപ്പിലാക്കും. തീർച്ചയായിട്ടും ആ ഒരു വ്യത്യാസം വരും. അപ്പൊ തന്നെ അവിടുത്തെ പ്രശ്നങ്ങൾക്ക് പകുതി പരിഹാരമാവും. ബാക്കിയുള്ളവർക്ക്, അവിടെയുള്ള ആൾക്കാർക്ക് നാച്ചുറലായിട്ട് അവിടെയുള്ള ആൾക്കാർക്ക് ഡെവലപ്മെന്റിന്റെ ബെനിഫിറ്റ് കിട്ടുകയും ചെയ്യും. ഈ കേജുവും കോൺഗ്രസും ഒക്കെ അവിടെ പ്രകടനം നടത്തിക്കൊണ്ടിരുന്നതും ഇത്രയും വോട്ട് വാങ്ങിച്ചതും ബംഗ്ലാദേശുകാരെ വോട്ടർ ലിസ്റ്റ് കയറ്റിയാണ്. അവരെ പകുതി ഇറക്കിയപ്പോൾ തന്നെയാണ് ഈ ഇലക്ഷനിലെ റിസൾട്ട് മാറ്റം വന്നത്. അതുകൊണ്ട് ബംഗ്ലാദേശികൾ ഇവിടെ വന്ന് വോട്ട് ചെയ്യുന്ന പരിപാടി ഇനി നടക്കുമെന്ന് തോന്നുന്നില്ല.
കാരണം ആ കാര്യത്തിൽ ഒരു തീരുമാനം വരും. ഡൽഹിയുടെ പേര് ചിലപ്പം പഴയ ഇന്ദ്രപ്രസ്ഥം എന്നുള്ള പാണ്ഡവർ സ്ഥാപിച്ച തലസ്ഥാനമാണ് ഇന്ദ്രപ്രസ്ഥം. ആ ഇന്ദ്രപ്രസ്ഥം എന്നുള്ള പേര് തിരിച്ചു വന്നിരിക്കും. അവിടെയുള്ള ഈ മുഗൾ പേരുകൾ, റോഡുകളുടെയും ബിൽഡിങ്ങുകളുടെയും സ്ഥലങ്ങളുടെയും ഒക്കെ മുഗൾ പേരുകൾ മാറ്റി അതെല്ലാം ഒരു കെട്ടായിട്ട് പാകിസ്ഥാനിലോട്ട് കൊടുത്തുവിട്ടേക്കും. അത് പാകിസ്ഥാനിൽ കൊണ്ടുപോയി ഇട്ടോളാൻ പറയും ആ പേരുകളൊക്കെ. അങ്ങനെയുള്ള പേരുകളൊക്കെ മാറേണ്ടതാണ്. ഗാന്ധി ഖാൻ, നെഹ്റു ഖാൻ, അങ്ങനെയുള്ള ഖാൻമാരുടെ പേരുകളൊക്കെ പാകിസ്ഥാനിൽ ഇടാം. ഇന്ത്യൻ പേരുകൾ ഡൽഹിക്ക് തിരിച്ചു കിട്ടണം, ഇന്ദ്രപ്രസ്ഥം അടക്കം. അപ്പൊ ആ രീതിയിലുള്ള മാറ്റങ്ങളും ചില പ്രശ്നങ്ങൾ പറയുന്നുണ്ട്. ഇപ്പൊ തന്നെ ഏതോ ഒരു നഗരത്തിന്റെ പേര് മാറ്റാൻ ശ്രമിക്കുന്നു, എന്താണ് ശിവപുരിയോ അങ്ങനെ എന്തോ ആക്കാൻ ശ്രമിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് കേരളത്തിലെ സുഡാപ്പികളും ആളുകളെല്ലാം കൂടെ പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. BJP-യുടെ എന്താണ് ഏകാധിപത്യം, ഫാസിസം, പേര് മാറ്റൽ ഫാസിസം പറഞ്ഞുകൊണ്ട് ഇറങ്ങിയിട്ടുണ്ട്. അത് മാറ്റുമല്ലോ. സുൽത്താൻ ബത്തേരി ഗണപതി വട്ടമാക്കും കേരളത്തിൽ ഭരണം കിട്ടിയ. തടയാമെങ്കിൽ പറഞ്ഞു, കേരളത്തിൽ ഭരണം കിട്ടിയാൽ സുൽത്താൻ ബത്തേരി ഗണപതി വട്ടമാകും. ഓൾറെഡി ഞങ്ങളുടെ പ്രസിഡന്റ് പറഞ്ഞിട്ടുണ്ട്, കേരളത്തിൽ ഭരണം കിട്ടിയാലേ അത് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പൊ അതുകൊണ്ട് ഡൽഹിയിൽ ഭരണം കിട്ടി, അതുകൊണ്ട് ആ മാറ്റം വരും. മുസാഫർ നഗർ എന്ന് പറയുന്നത് ശിവപുരിയാവും. അതിനെന്താ തെറ്റ്? അത് എതിർപ്പുണ്ടെങ്കിൽ റോഡിലോട്ട് ഇറങ്ങുക, അത്രേ ഉള്ളൂ. കേരളത്തിൽ കിടന്ന് ബഹളം ഉണ്ടാക്കുന്ന മീഡിയക്കാരോടും സുഡാപ്പികളോടും LDF-നോടും UDF-നോടും പറയാനുള്ളത്, നിങ്ങൾക്ക് വിഷമമുണ്ടോ, നിങ്ങൾ റോഡിലോട്ട് ഇറങ്ങുക, ബാക്കി ഉത്തരം ഗവൺമെന്റ് കൊടുക്കും. ധൈര്യം ഉണ്ടെന്ന് ഇറങ്ങി നോക്ക്. ചുമ്മാ ഫേസ്ബുക്കിൽ കിടന്ന് തുള്ളിക്കൊണ്ട് കാര്യമുണ്ട്. ഗവൺമെന്റ് കേപ്പബിൾ ആണ്. ഗവൺമെന്റിന്റെ മൈറ്റ് ഇവർക്ക് അറിയാൻ മേലാഞ്ഞിട്ടാണ്. ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെയും സെൻട്രൽ ഗവൺമെന്റിന്റെ മൈറ്റ് ഇവർക്ക് അറിയാൻ മേലാഞ്ഞിട്ടാണ്. ഗവൺമെന്റ് മൈറ്റ് കാണിക്കുന്നില്ലെന്നുള്ളതേ ഉള്ളൂ. നേരിട്ട് ഏറ്റുമുട്ടാൻ ചെന്നാൽ മൈറ്റ് മനസ്സിലാവും. ഒരു 6000-ഓളം നക്സലുകൾ ഉണ്ടായിരുന്നു 2014. ആരുമില്ല. നക്സൽ എല്ലാം തീർന്നു. 99% തീർന്നു. ഒരു നക്സലിന് ഒരു ബുള്ളറ്റ് എന്ന് പറഞ്ഞ ഒരു പദ്ധതി നടപ്പിലാക്കി. കാശ്മീരി മൊത്തം ജിഹാദി ആയിരുന്നു, പാകിസ്ഥാൻ ജിഹാദി. ഒരു ജിഹാദിക്ക് ഒരു ബുള്ളറ്റ് എന്ന് പറഞ്ഞ ഒരു പദ്ധതി നടപ്പിലാക്കി. അത് തീർന്നു. പിന്നെ ഇപ്പൊ ഇച്ചിരി പ്രശ്നമുള്ളത് നോർത്ത് ഈസ്റ്റിലാണ്. അത് കുഞ്ഞാട് രാജ്യം വേണമെന്ന് പറഞ്ഞ് കുറച്ച് കുഞ്ഞാടുകളാണ്. കുഞ്ഞാടിന് ബുള്ളറ്റ് മേടിക്കാനുള്ള അർഹതയൊന്നുമില്ല. അതുകൊണ്ട് കുഞ്ഞാടിനെ ഒരു ബോർഡിൽ അടി എന്നുള്ളതിന്റെ ആയെന്ന് എഴുതി കാണിക്കും. ആയെന്ന് എഴുതി കാണിക്കുമ്പോഴേ കുഞ്ഞാട് കൂട്ടിക്കയറും. അതുകൊണ്ട് അവർക്ക് ബുള്ളറ്റ് ഇല്ല. ആയെന്ന് എഴുതി കാണിക്കത്തുള്ളൂ, അടി എന്നുള്ളതിന്റെ ആയെന്ന് എഴുതി കാണിക്കത്തുള്ളൂ. കുഞ്ഞാട് കൂട്ടിക്കയറും. അതുകൊണ്ട് അവിടുത്തെ പ്രശ്നം തീരും. അതുകൊണ്ട് ഇന്ത്യയിൽ ഇനി സെഡിഷനും പ്രശ്നം ഉണ്ടാക്കലും കട്ടിംഗ് സൗത്തും ഒന്നും നടക്കത്തില്ല. ഈ പ്രശ്നം എല്ലാം കേരളത്തിൽ ഉണ്ടാക്കുന്നത് കട്ടിംഗ് സൗത്ത് എന്നും പറയുന്ന നടക്കുന്ന കേരളത്തിലെ മീഡിയക്കാരാണ്. കേരളത്തിലെ TV ചാനലുകാരും പത്രങ്ങളും ഇന്ത്യ അലയൻസും കൂടെയാണ് കട്ടിംഗ് സൗത്ത് എന്ന് പറഞ്ഞ് ഈ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. അവരെയൊക്കെ സ്കെച്ച് ചെയ്ത് കഴിഞ്ഞു കേന്ദ്ര ഗവൺമെന്റ്. അമേരിക്ക എന്നുള്ള ഫണ്ട് കൊടുത്തതിന്റെ ലിസ്റ്റ് മുഴുവൻ കിട്ടിക്കഴിഞ്ഞു. അതെല്ലാം പാടെ നടപടിയിലോട്ട് കടക്കും. അതുകൊണ്ട് കേന്ദ്ര ഗവൺമെന്റ് ചെയ്യേണ്ട കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്യും. കേന്ദ്ര ഗവൺമെന്റിന് വലിയൊരു ബൂസ്റ്റാണ് ഡൽഹിയിലെ വിജയം സമ്മാനിച്ചിരിക്കുന്നത്. വഖഫ് ബില്ല് വരും. അതോടുകൂടി ഡൽഹിയിൽ അനധികൃതമായിട്ട് വഖഫാക്കി സോണിയാഗാന്ധിയും മൻമോഹൻ സിംഗും കേജ്രിവാളും ഡൽഹിയുടെ 90% ഏറിയായും വഖഫാക്കി കൊടുത്തു. അതെല്ലാം തിരിച്ച് ഗവൺമെന്റിന്റെ കയ്യിലേക്ക് തിരിച്ചു വരും. ആ വഖഫ് പരിപാടി ഡൽഹിയിലെ നിൽക്കും. 1947 ചെയ്യേണ്ടതായിരുന്നു. ഒരു 10-75 വർഷം ലേറ്റ് ആയി എന്നുള്ളതേ ഉള്ളൂ. ചെയ്യും, കേന്ദ്ര ഗവൺമെന്റ് ചെയ്യും. അതുകൊണ്ട് കേന്ദ്ര ഗവൺമെന്റിനാണ് ജനങ്ങളുടെ പിന്തുണ. ഇതാണ് അതിന്റെ അകത്തെ കാര്യം. അതുകൊണ്ട് ഈ ഇലക്ഷൻ റിസൾട്ടിനെ പറ്റി കേരളത്തിലെ മീഡിയയും കേരളത്തിലെ രാഷ്ട്രീയക്കാരും പറഞ്ഞത് മൊത്തം നുണയാണ്. ഞാൻ പറഞ്ഞ ഈ കാര്യങ്ങളാണ് സത്യസന്ധമായിട്ട് നടക്കാൻ പോകുന്നത്. നിങ്ങൾക്ക് ഇത് സ്റ്റോക്ക് ചെയ്ത് വെക്കാം. കുറച്ച് കാലം കഴിയുമ്പോൾ മനസ്സിലാവും ഞാൻ ഈ പറഞ്ഞത് തന്നെയാണ് ശരി തോന്നുന്നത്. ശരി. എന്തായാലും ഡൽഹിയിലെ ഇലക്ഷൻ ഒരുപാട് പാഠങ്ങൾ എല്ലാ രാഷ്ട്രീയ പാർട്ടികളെയും പഠിപ്പിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് BJP-യുടെ മൈലേജ് അത് വല്ലാതെ ഉയർത്തിയിട്ടുമുണ്ട്. എന്ത് തന്നെയായാലും ഈ ചർച്ചയുമായി ഞങ്ങളോട് സഹകരിച്ചതിൽ ഒരുപാട് നന്ദി സാർ. താങ്ക് യു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.